ഫസ്റ്റ് ടൗൺ റിപ്പോർട്ടർ. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. ശ്യാം ദേവരാജും ആർ റോഷിപാലും വിവരങ്ങളുമായി ആദ്യം ശ്യാം ദേവരാജിലേക്ക്. ശ്യാം, ഇപ്പോൾ കോടതി ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇപ്പോൾ നടി ആക്രമിച്ച കേസ് ഒന്നുകൂടി തുടങ്ങേണ്ടി വരും നിയമപരമായി എന്നല്ലേ? കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കഴിഞ്ഞ ആഴ്ചയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ഈ അപ്പീലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചത്. ഒപ്പം കേസിലെ 10 പ്രതികൾക്കും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട്. 6 പേരാണ് കുറ്റക്കാരാണ് എന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ കണ്ടെത്തിയത്. ഡിസംബർ 12 വിധിയിലൂടെ കണ്ടെത്തിയത്. അതിൽ 6 പ്രതികൾ നിലവിൽ വിയ്യൂർ സെൻട്രൽ ജയിലിലാണ്. ഈ കുറ്റവാളികൾ എന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കും വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുഖേനയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. മറ്റ് കുറ്റവിമുക്തരാക്കപ്പെട്ട 8ാം പ്രതിയായിരുന്ന ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികൾക്കും നെടുമ്പാശ്ശേരി SHO വഴി നോട്ടീസ് നൽകണമെന്ന നിർദ്ദേശവും കൂടി ഹൈക്കോടതി നൽകിയിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ ഈ ഹർജി, അതായത് ശിക്ഷാവിധി ഉയർത്തണം, വെറുതെ വിട്ടവരെ കൂടി ശിക്ഷിക്കണം, നിലവിലെ പ്രതികളുടെ അടക്കമുള്ള ശിക്ഷാവിധി ഉയർത്തണം എന്നാണ് സംസ്ഥാന സർക്കാർ ഈ അപ്പീൽ ഉയർത്തിയ ആവശ്യം. ഇക്കാര്യത്തിൽ ഒരു സമയപരിധിയുടെ കാലതാമസം ഉണ്ടായിരുന്നു. പക്ഷേ അക്കാര്യം ഹൈക്കോടതി സ്വമേധയാ തന്നെ അക്കാര്യം സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമാകുന്ന രീതിയിൽ ആ സമയപരിധി കാലതാമസം പരിഹരിക്കുകയും കൂടി ചെയ്തു. തുടർന്നാണ് ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചത്. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കർ നമ്പ്യാർ, ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. നേരത്തെ ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു, പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞയാഴ്ച അപ്പീൽ നൽകിയത്. ആ അപ്പീലാണ് ഇന്ന് ഫയലിൽ സ്വീകരിച്ചത്. ദിലീപ് ഉൾപ്പെടെയുള്ള 4 പ്രതികളെയും കുറ്റവിമുക്തരാക്കിയ നടപടിയിൽ ഈ വിചാരണ കോടതിക്ക്, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് വീഴ്ച പറ്റി. പ്രോസിക്യൂഷൻ എല്ലാ തെളിവുകളും നൽകി. പക്ഷേ ആ തെളിവുകൾ പരിഗണിക്കാതെയാണ് ഈ വിധി എന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഈ അപ്പീലിൽ സംസ്ഥാന സർക്കാർ ഒരു ആക്ഷേപമായി തന്നെ വാദമായി മുന്നോട്ട് വെച്ചിരുന്നത്. ഇക്കാര്യങ്ങളിലെല്ലാം ഇനി ഈ നോട്ടീസിന് പ്രതികൾ മറുപടി നൽകിയതിന് ശേഷമായിരിക്കും കോടതി വിശദമായ വാദം കേൾക്കുക, അല്ലെങ്കിൽ മറ്റു തുടർ നടപടികളിലേക്ക് പോകുക. എന്തായാലും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ദിലീപ് ഉൾപ്പെടെയുള്ള 10 പ്രതികൾക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശരി, റോഷിപാലിലേക്ക് കൂടി. റോഷിപാൽ, ഈ കേസ് നേരത്തെ വന്ന വിധി, ആ വിധിക്കെതിരെ, വിധി പുറപ്പെടുവിച്ച ജഡ്ജിക്കെതിരെയൊക്കെ ഉയർന്ന വിമർശനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിജീവിതയുടെ ആവശ്യം മുൻനിർത്തി സർക്കാർ ഇപ്പോൾ കേസിൽ അപ്പീൽ പോയിരിക്കുന്നു. എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇതിനെ വിലയിരുത്താനാവുക? ഈ നടപടികളെല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരില്ലേ അപ്പീലിൽ? സ്മൃതി, പോരാട്ടം വീണ്ടും തുടങ്ങിയാണ് അതിജീവിത. സർക്കാർ അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നേരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി അത് പൂർണ്ണമായും ചോദ്യം ചെയ്ത് വിധിയിലെ ന്യൂനതകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അപ്പീൽ സമർപ്പിച്ചത്. അഡ്വക്കേറ്റ് V അജുകുമാർ നൽകിയ അപ്പീൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് പല പ്രധാനപ്പെട്ട തെളിവുകളും പരിഗണിക്കപ്പെട്ടില്ല എന്നതാണ്. മാത്രവുമല്ല, 1 മുതൽ 6 വരെയുള്ള കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായ പൾസർ സുനി അടക്കമുള്ളവരെ ശിക്ഷിച്ചതിന് കണ്ടെത്തിയ തെളിവുകൾ, അതേ തെളിവുകൾ തന്നെ മറ്റുള്ള പ്രതികൾക്കും 8ാം പ്രതിയായ ദിലീപ് ഉൾപ്പെടെയുള്ളവർക്കും ബാധകമാണെന്ന വാദമാണ് അവിടെ പ്രോസിക്യൂഷൻ ഉയർത്തുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് നേരത്തെ ഈ സയന്റിഫിക് റിപ്പോർട്ട് അടക്കം അത് പരിഗണിച്ചില്ല എന്ന ആക്ഷേപം ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ വലിയൊരു പോരാട്ടത്തിന് അവിടെ പോർമുഖം തുറക്കുകയാണ്. ഇനി അങ്ങോട്ട് വലിയ പോരാട്ടമാണ്. ഏതായാലും ഇതിൽ നിലവിലെ ശിക്ഷ വർദ്ധിപ്പിക്കണം. കാരണം കൂട്ടബലാത്സംഗം തെളിഞ്ഞിട്ടുണ്ട്, അത് കോടതി തെളിഞ്ഞു എന്ന് പറയുന്നു. എന്നാൽ പോലും എന്തുകൊണ്ട് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകുന്നില്ല എന്ന ചോദ്യമാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ ഉയർത്തുന്നത്. ചരിത്രത്തിലില്ലാത്ത വിധം രാജ്യത്ത് ഇതുവരെ കാണാത്ത ഒരു കുറ്റകൃത്യമാണ് അത് കൊട്ടേഷൻ ബലാത്സംഗം. അങ്ങനെ ഒരു കൊട്ടേഷൻ ബലാത്സംഗം കൂട്ടബലാത്സംഗമായി തെളിഞ്ഞിട്ടും 20 വർഷത്തെ ശിക്ഷ മാത്രമാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. ജീവപര്യന്തത്തിലേക്ക് ഉയർത്തണമെന്നതാണ് ഒന്നാമത്തെ അപ്പീലിലെ ആവശ്യം. രണ്ടാമത്, ദിലീപ് ഉൾപ്പെടെ ഈ കേസിലെ പ്രോസിക്യൂഷൻ കണ്ടെത്തിയ, പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ ഗൂഢാലോചനയുടെ പ്രധാനികൾ എന്ന് പറയുന്നവരെ കൂടി ശിക്ഷിക്കണം. അവർക്ക് 6 പ്രതികൾക്ക് നൽകുന്ന ശിക്ഷ തന്നെ അവർക്കും ബാധകമാണ്, അവരെയും ശിക്ഷിക്കണമെന്ന ആവശ്യമാണ് രണ്ടാമത്തെ അപ്പീലുള്ളത്. ഈ 2 അപ്പീലുകളും കോടതി പരിഗണിക്കുന്നു. ഇനി അവർക്ക് നോട്ടീസ് നൽകി ഇതിന്റെ വാദപ്രതിവാദങ്ങളിലേക്ക് കടക്കും. അത് വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതിജീവിത ഏതാണ്ട് 8.5 കൊല്ലമായി നടത്തുന്ന പോരാട്ടമാണ്. അവർ
അവർക്ക് നീതി ലഭിച്ചില്ല എന്ന പൊതുസമൂഹത്തിന്റെ വിലയിരുത്തൽ കൂടിയുണ്ട്. അങ്ങനെ പൊതുസമൂഹം അവർക്ക് നൽകുന്ന പിന്തുണ, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർക്കാർ വീണ്ടും ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നടക്കുന്ന പോരാട്ടം അതിന് ഏറെ വൈകാതെ തന്നെ ഇനി മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട കേസിൽ അതിൽ നേരെ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൽ ചില പിഴവുകൾ സംഭവിച്ചു എന്ന വിലയിരുത്തലുകളും ഉണ്ടായിട്ടുണ്ടല്ലോ. ആ പിഴവുകൾ തിരുത്താനുള്ള ഒരു അവസരമായി ഈ അപ്പീൽ മാറുകയാണ്. സ്മൃതി, അങ്ങനെ പിഴവുകൾ സംഭവിച്ചു എന്നത് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കോടതിയുടെ നിരീക്ഷണമാണ്. അങ്ങനെ ഒരു പിഴവും സംഭവിച്ചില്ല എന്ന വാദമാണ് പ്രോസിക്യൂഷന്. കാരണം പ്രോസിക്യൂഷൻ വിചാരണ കോടതിക്കകത്ത് ഉയർത്തിയ വാദങ്ങൾ, തെളിവുകൾ ഒന്നും കോടതി അംഗീകരിച്ചില്ല എന്നതാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരായ ബൈജു പൗലോസിനെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന കുറ്റപ്പെടുത്തൽ അപ്പീലുണ്ട്. അതിനു പുറമെ അതിജീവിത പറയാത്ത കാര്യങ്ങൾ അതിജീവിത പറഞ്ഞു എന്ന വിധിയിൽ എഴുതി ചേർത്തു എന്ന അതീവ ഗുരുതരമായ കുറ്റപ്പെടുത്തൽ കൂടി അപ്പീലുണ്ട്. അങ്ങനെ ബോധപൂർവം പ്രോസിക്യൂഷനെയും അന്വേഷണ സംഘത്തെയും കരിവാരിത്തേക്കാനുള്ള ശ്രമം നടന്നു എന്ന വിലയിരുത്തലാണ് അത് പ്രോസിക്യൂഷനുള്ളത്. നേരെ മറിച്ച് പ്രോസിക്യൂഷന് ഒരു പിഴവും കോടതിക്കകത്തോ പുറത്തോ സംഭവിച്ചിട്ടില്ല. കോടതി പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഒരു വാദങ്ങളും ബോധപൂർവ്വം അംഗീകരിച്ചില്ല എന്നതാണ് ആ പ്രോസിക്യൂഷന്റെ വാദം. ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോൾ അവരുടെ വാദം അങ്ങനെയാണ്. അതിൽ അവർ അക്കമിട്ട് നിരത്തുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ അത് കോടതിയിൽ എത്തിച്ചിട്ടും അത് അംഗീകരിച്ചില്ല എന്നുള്ളത്. മാത്രവുമല്ല, ഈ വിധിയിൽ കൃത്യമായി വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ആദ്യത്തെ 6 പ്രതികൾ, അത് കുറ്റകൃത്യത്തിൽ പങ്കാളികളായ 6 പ്രതികൾക്ക് ബാധകമായ അതേ തെളിവുകൾ തന്നെയാണ് മറ്റു പ്രതികൾക്കും ബാധകമാകേണ്ടത്. പക്ഷെ അത് അംഗീകരിക്കുന്നില്ല. അപ്പോൾ ദിലീപുമായി ബന്ധപ്പെട്ട് വരുന്ന വാദങ്ങൾ ഒന്നും അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗൂഢാലോചന കൃത്യമായി തെളിയിക്കുന്ന തെളിവുകൾ കോടതിക്കകത്തെത്തി. അതിൽ ശാസ്ത്രീയ തെളിവുകളുണ്ട്. ശാസ്ത്രീയ തെളിവുകൾ ഒന്നും അംഗീകരിക്കാതെ ശാസ്ത്രീയ തെളിവുകൾ അത് പരിശോധിച്ച് കണ്ടെത്തിയ അതിന്റെ സയന്റിഫിക് ഓഫീസർമാരുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്ത തരത്തിൽ ആ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ആ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 6 പ്രതികൾ, പൾസർ സുനി അടക്കമുള്ള ആദ്യത്തെ 6 പ്രതികളെ ശിക്ഷിക്കുന്നു. നേരെ മറിച്ച് അതേ അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ 6 പ്രതികളെ ശിക്ഷിക്കാൻ ബാധകമായ അതേ തെളിവുകൾ തന്നെയാണ് ഈ കേസിലെ 8ാം പ്രതി ദിലീപ് ഉൾപ്പെടെയുള്ള നടി ആക്രമിച്ച കേസിൽ ഇപ്പോൾ സർക്കാരിന്റെ അപ്പീൽ കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നതാണ്. ശ്യാം ദേവരാജും റോഷിപാലുമാണ് വിവരങ്ങൾ നൽകിയത്. നോക്കാം.